ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ അധികം വ്യക്തിപ്രഭാവമുള്ള നേതാക്കന്മാരിൽ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ. ഒരു പക്ഷേ മുണ്ടൊടുക്കാതെ വടക്കേ ഇന്ത്യക്കാരൻ്റെ വേഷം ധരിച്ച് ഹിന്ദി സംസാരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ആകാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കേരളത്തിൽ ബംഗാളും ത്രിപുരയും, അതായത് ഒരു ദേശീയ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ 70-കൾ 80-കൾ 90-കളൊക്കെ എടുത്താലാണ് അതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ ഒരു രാഷ്ട്രീയ പാർട്ടി, അത്തരം ജ്യോതി ബസു, AKG, EMS തൊട്ട് വമ്പന്മാരുണ്ടായിരുന്ന പാർട്ടി ബംഗാളിലും ത്രിപുരയിലും വീണിട്ടും കേരളത്തിൽ ഇന്ന് വരെ പിടിച്ചു നിൽക്കുന്നതിനുള്ള ഒരേ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ശ്രീമാൻ പിണറായി വിജയനാണ്. ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആ പ്രഭാവം കൊണ്ട് VS അച്യുതാനന്ദന് കുറച്ച് വോട്ട് നേടാമെങ്കിലും പാർട്ടിയെ അധികാരത്തിലെത്തിച്ച് അവിടെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും ഉന്മൂലനം ചെയ്യേണ്ട പാർട്ടി ശത്രുക്കളെ കണ്ടെത്തുന്നതിലുമൊക്കെ അതിന് ഒരു നേതൃത്വം കൊടുക്കാൻ ശ്രീമാൻ പിണറായി വിജയന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ 80-നോടടുത്ത് നിൽക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറൊരു നേതാവില്ലാത്ത സ്ഥിതിയാണോ എന്നുള്ളത് നമ്മൾ തലപൊക്കം നോക്കിയാൽ അവിടെ വേറെ ആരും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ശ്രീമാൻ പിണറായി വിജയൻ പോകുന്നോട് കൂടിയിട്ട് കേരളത്തിലും ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ കൂടി ഒരു 20-30 സീറ്റ് ഇപ്പോൾ ഇത്തവണ നേടിയ പോലെ നേടിക്കൊണ്ടേയിരിക്കും. അവർക്ക് അധികാരം പങ്കിടാനായിട്ട് ഒന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരണം, അതല്ലെങ്കിൽ 90-കളുടെ തുടക്കത്തിൽ വെറും 2-3 സീറ്റ് ഉണ്ടായിരുന്ന BJPയെ ഇത്തരത്തിലുള്ള ഒരു വലിയ ശക്തിയായിട്ട് അവരോടൊപ്പം ചേർന്ന പാർട്ടിയാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസിനെതിരെ. അതുപോലെയുള്ള സാഹചര്യം 90-കളിലെ സാഹചര്യം, 10-30 കൊല്ലം 40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഇങ്ങ് കേരളത്തിൽ BJPയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കുവഹിക്കേണ്ടി വരുമെന്ന് വേണം നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ശ്രീമാൻ പിണറായി വിജയനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ആർക്കും തന്നെ, ഗോവിന്ദൻ മാഷായാലും ആരെ കൊണ്ടുവരും, ഒരാളെപ്പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഒരു വൻ വൃക്ഷമാണ് കടപുഴകി വീഴുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നിന്നും പിഴുതെറിയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീമാൻ പിണറായി വിജയൻ ആ ഒരു തളർച്ച കണ്ടതോടുകൂടി CPI അവർക്ക് പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനം വേണമെന്നും പറഞ്ഞിട്ടാണ് അവർ ആ അവസരം നോക്കി. അതായത് ഒരു കട അടച്ചുപൂട്ടലാണ് നടക്കാൻ പോകുന്നത്, ഒരു വലിയ കട അടച്ചുപൂട്ടാണ്. അപ്പോൾ ഈ പെട്ടിക്കടക്കാരായ CPIയും ഇവരൊക്കെ വന്നിട്ട് പറയണം ഞങ്ങൾക്ക് ഉപനേതാവ്, നിയമസഭയിലെ ഉപനേതാവ് സ്ഥാനം ലഭിക്കണമെന്നൊക്കെയാണ് CPIയുടെ ആവശ്യം. ഇനി CPIയിലേക്ക് വരുമ്പോൾ CPIക്ക് അതിനുള്ള പ്രതിച്ഛായയും ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ CPI പണ്ടത്തെ CPI അല്ല. വെളിയം ഭാർഗവനും ചന്ദ്രപ്പനൊക്കെ നയിച്ചിരുന്ന ഒരു CPI ഉണ്ട്. അന്ന് ഈ CPM, വലിയേട്ടൻ CPMനോട് മുട്ടി നിന്നിരുന്ന CPI. ഇന്ന് CPIക്ക് അത് ചോദിച്ചു വാങ്ങാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്, കാരണം അവരുടെയും സ്ഥിതി പരുങ്ങലിലാണ്. CPM ഇല്ലെങ്കിൽ CPI ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. ഇനി നമ്മൾ വീണ്ടും പിണറായി വിജയനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വിലയിരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കരുണാകരൻ റേഞ്ചിൽ പെട്ട നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ. എന്നാൽ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും ഒരു ഇത്തരത്തിലുള്ള ഒരു, അതായത് ഇത്ര അഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്ന നേതാവല്ലായിരുന്നു കരുണാകരൻ. എന്നാൽ പിണറായി വിജയൻ എന്തിനും പോരുന്ന ഒരു നേതാവാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിണറായി വിജയൻ ഇപ്പോൾ നമുക്കറിയാം, രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടന്നിരുന്നത്, അതിന് നേതൃത്വം കൊടുക്കണം. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമല്ല കരുണാകരൻ്റെ വ്യക്തിത്വമല്ല ശ്രീമാൻ പിണറായി വിജയന്റെ വ്യക്തിത്വം എന്നുള്ളതാണ് ഇതിലെ ഒരു യാഥാർത്ഥ്യം. ഒപ്പം തന്നെ
കേന്ദ്രം ഭരിക്കുന്ന ആ പാർട്ടിയോടൊപ്പം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ മാതിരി മോഡിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക. അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ BJP അല്ലാത്ത എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്കെതിരെയും കേസ് കൊടുത്ത് പലരും ഉള്ളിൽ വരെ പോയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ED മറ്റും വന്നിട്ട് അതിനോട് അടുത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മകളുടെ അടുത്ത് വരെ എത്തിയതാണ്. അതിനെയൊക്കെ തടഞ്ഞു മാറ്റി അഡ്ജസ്റ്റ്മെന്റുകൾ ഡൽഹിയിൽ പോയി ശ്രീമാൻ മോഡിയോട് പോലും ചെയ്യാൻ ഉള്ള ആ ഒരു രാഷ്ട്രതന്ത്രമാണ് ശ്രീമാൻ പിണറായി വിജയനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതല്ലെങ്കിൽ പണ്ടേ ശ്രീമാൻ പിണറായി വിജയനെ ഇപ്പോൾ ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ നേതാവിനെ എന്ത് വിഷയത്തിൽ കൂടെ അരവിന്ദ് കെജ്രിവാളിനെ പോലും പൂട്ടിയതാണ്. അരവിന്ദ് കെജ്രിവാളിന് ഓഫർ ഉണ്ടായിരുന്നു ഇവിടുത്തെ BJPയുടെ ഒപ്പം ചേരാനായിട്ട്. അപ്പോൾ പിണറായി വിജയനെ പൂട്ടണമെങ്കിൽ മോഡിക്ക് പൂട്ടാമായിരുന്നു. പക്ഷെ അതിനെ വകഞ്ഞു മാറ്റാൻ കഴിവുള്ളവനാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് നമ്മളൊരു പക്ഷെ കണ്ടു കാണും. CAA സമരം ഒക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെ വരുന്ന തീവ്രവാദ നിലപാടുള്ളവർക്ക് വേണ്ടി ആദ്യം ജയിലുണ്ടാക്കി കൊടുത്തു. CAA ഇത് സമയത്ത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജയിലുണ്ടാക്കി കൊടുത്തത്. പറയുമ്പോൾ ന്യൂനപക്ഷ സംരക്ഷണം, ഇസ്ലാമിസ്റ്റുകളുടെ കൂടെയുള്ള ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുത്തത്. പിന്നെ ഒപ്പം തന്നെ മോഡിക്ക് വേണ്ടത്, അതായത് അവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തത്. വഖഫ് ആണെങ്കിലും അതിൻ്റെ പുറമേക്ക് വന്ന് പറയുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ഉള്ളിക്കൂടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ. അതായത് പലപ്പോഴും കാര്യങ്ങൾ ഈ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി ഇസ്ലാമിനോട് പോരടിച്ച് നിൽക്കുന്നതിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കഴിവ് കാണിച്ച ഒരു നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ. അതായത് ഒരു കാലഘട്ടത്തിൽ ശ്രീമാൻ കാന്തപുരം അവരുടെ നബിയുടെ എന്നും പറഞ്ഞ് കുറച്ച് മുടിയോ മറ്റുമായിട്ട് വന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മോസ്ക് പണിയും കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ശ്രീമാൻ പിണറായി വിജയൻ പറഞ്ഞത് വളരെ അവഹേളനപരമായിട്ട്, അങ്ങനെ ഒരു നേതാവ് ഇന്ന് വരെ ഇസ്ലാമിക പ്രവാചകനെതിരെ പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത്. അന്ന് വളരെ മോശമായി, എനിക്കിവിടെ ഈ ഇതിൽ ചാനലിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷയാണ് അദ്ദേഹം അന്ന് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു നേതാവ് അങ്ങനെ പറഞ്ഞിട്ട് വോട്ടിൽ ജയിച്ചു വരെ അതല്ലെങ്കിൽ ജീവനോടെ പോയിട്ടില്ല. അപ്പൊ എന്നിട്ട് പോലും മുസ്ലിം സമുദായം അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന ഇതാണ്. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന്റെ വോട്ടുകൾ വരുന്നത് വടക്കൻ മലബാറിൽ നിന്നാണ്. അത്തരം വേളയിലാണ് കാന്തപുരത്തിനെ പോലെയുള്ള ഒരു നേതാവിനെ, പ്രവാചകനെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ 90കളുടെ അവസാനം അദ്ദേഹം നടത്തിയത്. അപ്പൊ അത്തരത്തിലുള്ള നേതാവാണ് കടന്നു പോകുന്നത്. അതല്ലെങ്കിൽ CPM പണ്ടേ ഒരു 2015 കൊല്ലം മുമ്പ് CPM തീർന്നു. പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഇത് ഈ CPM എന്ന പാർട്ടി ഇന്ത്യയിൽ നിന്ന് പോയിരുന്നതാണ്. പക്ഷെ ഇനിയുള്ളത് അദ്ദേഹം എന്തിനാണ് 80-ാം വയസ്സിൽ ഇവിടെ ഇത് നിൽക്കുന്നത്? അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടി CPI വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മരുമകന്റെ കയ്യിലേക്ക് ബാറ്റൺ കൈമാറുമോ? ആ ഒരു അധികാരത്തിന്റെ ഒരു പവർ മരുമകനെ മന്ത്രിയാക്കിയതുപോലെ അദ്ദേഹം മരുമകന് കൊടുത്തിട്ട് പോകാനുള്ള തന്ത്രമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ കാഴ്ചകളൊക്കെ ചുരുളഴിഞ്ഞ് വരുന്ന വേളയിലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് അദ്ദേഹത്തിന്റെ തന്ത്രം എന്നുള്ളത്.